കേക്കാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾറെഡി ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇനി ഇത് 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താണ്. ഇതിൽ ഓറഞ്ച് സെറ്റ് ഉണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ചെറി ഉണ്ട്, പിന്നെ കറുത്ത മുന്തിരിങ്ങ കുരുവില്ലാത്തതുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ഓറഞ്ച് ജ്യൂസിൽ ഒരു 3 ദിവസം മുമ്പ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഞാനതിനെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ആയിട്ടും അതിൻ്റെ ജ്യൂസ് വേറെ ആയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ജ്യൂസ് വരുന്നത് കണ്ടോ. ഇനി നമുക്ക് 3 കോഴിമുട്ടയാണ്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കാരമൽ സിറപ്പാണിത്. കാരമൽ സിറപ്പിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയിൽ 1/3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പഞ്ചസാര ഉരുകി വരുമ്പോൾ വെള്ളം ചേർത്ത് ഇതുപോലെ കുറുക്കിയെടുക്കും. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. ഇനി ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് ഇതിന്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് സീവ് ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഈ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറുവാപ്പട്ട കറിയാമ്പു കൂട്ടി പൊടിച്ചതാണിത്. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3/4 കിലോൻ്റെ, അതായത് ഏകദേശം ഒരു 800 ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന കേക്കാണ് കേട്ടോ. സാധാരണ കടകളിൽ 1 കിലോ പറഞ്ഞാൽ 800 ഗ്രാമൊക്കെ ഉണ്ടാകുള്ളൂ. ഇനി അതിനെ നന്നായി സീവ് ചെയ്തെടുത്തു. ഈ തരിയും വേണമെങ്കിൽ അതിലിടാം കേട്ടോ, ഞാൻ ഇടുന്നില്ല. ഇനി നമ്മളതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക്, അതായത് ഒട്ടും വെള്ളമില്ലാത്തൊരു ബൗളിലേക്ക് നമ്മൾ ഈ 3 കോഴിമുട്ടയും പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനെ 1 മിനിറ്റോളം ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഈ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ചരിച്ച് പിടിച്ചൊന്ന് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പതഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. എങ്കിലാണ് അത് നമ്മളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് ഹീറ്റായിരിക്കുള്ളൂ. അപ്പോൾ ഏതാണ്ട് എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം പോലെ ആക്കണം കേട്ടോ. അങ്ങനെ പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ബീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്കതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കാരമൽ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാത്തവർക്ക് ഇതിന് മുന്നുള്ള കേക്കിൻ്റെ വീഡിയോ നോക്കി അറിയാം. അതായത് 1/2 കിലോ കേക്കിന് എടുക്കുന്ന അതേ അളവിൽ തന്നെയാട്ടോ ഇതിലും കാരമൽ സിറപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കേക്ക്. ഇനി നമുക്ക് കാരമൽ സിറപ്പ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 5-6 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഓവർ മിക്സ് ചെയ്യണ്ട. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ബീറ്റർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മീതെ ഒരു 3-4 സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട്, അല്ലെങ്കിൽ 2 സ്പൂൺ ആയാലും മതി. അതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതും
കുറച്ച് അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് പതുക്കെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. അങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തീരുന്നത് വരെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുറേശ്ശെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജ്യൂസും കാഷ്യൂനട്ട് പൊടിച്ചതും, അതായത് പൊടിച്ച് പറഞ്ഞാൽ തീരെ പൊടിയല്ല, കുറച്ച് ക്രഷ് ചെയ്തത് അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കിൽ ചേർക്കാത്ത ഇൻഗ്രീഡിയൻ്റ് ആണത്. ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണിത്. തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ അത്. 1/4 കപ്പ്. അതിനെ നമ്മളിനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരു സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടേ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഇടയിലൂടെ. ഏതായാലും ബേക്ക് ചെയ്യാൻ ഒരു സമയം കിട്ടുമല്ലോ നമുക്ക്. ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ പിടിച്ച് കാണിച്ചു തരാം. നമ്മളപ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുകളിലൊന്ന് അലങ്കരിച്ച് കൊടുത്ത് അതിനൊന്ന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. നമുക്കിനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പ്രകൃതിക്ക് ഓരോ ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾക്ക് ആദ്യമൊന്നും വ്ലോഗ് ഇട്ടപ്പോൾ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സീസണിലാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, എങ്ങനെയും ഒരു 40 മിനിറ്റോളം എടുക്കും. ആ സമയം കൊണ്ടൊന്ന് നടന്ന് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുകൂടെ കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് പോവാം കേട്ടോ. ഏതാണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആവുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൂടാറാൻ പോലും ഇവിടെ അവർക്ക് ക്ഷമയില്ല. നമുക്കതിനെ ചൂടാറിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ സൈഡിലുള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് എടുത്തു മാറ്റാം. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ മുകളിലും താഴെയും ഓയിൽ തടവിയിട്ടുണ്ടാവണം കേട്ടോ. നമുക്കതിനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.